എന്തെല്ലാം ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തേ. ആ വീഡിയോക്ക് വന്ന കമൻ്റാണ് കേട്ടോ ഇത്. ആദ്യം ഒന്ന് ആ വീഡിയോ ഒന്ന് കണ്ടാലോ. എന്താ ഒരു പ്രവാസിയുടെ അവസ്ഥയാണ് ഇതട്ടാ. 34 വർഷമായി പ്രവാസം ആയിട്ട് ഇന്നും കടം ബാക്കി. സാധാരണ കൂലിപ്പണിയെടുക്കുന്ന ഒരുപാട് പേര് ഇങ്ങനെ ഉള്ളവരുണ്ട് കേട്ടാ, ഈ പറയുന്ന ഞാനടക്കം. പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ വേണ്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. സത്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പം നമ്മളൊക്കെ പ്രവാസ ലോകത്തേക്ക് വന്നിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ കാര്യം തന്നെ, നമ്മളിപ്പോൾ പ്രവാസ ലോകത്തേക്ക് വന്നിട്ട് കുടുംബക്കാരെയോ മറ്റുള്ളവരെയോ ഒന്നും തിരിഞ്ഞു നോക്കാതെ നമ്മളിവിടെ കിട്ടുന്നത് നമ്മളിവിടെ സ്വന്തമായിട്ട് ശേഖരിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ അവസ്ഥ വരൂല. അപ്പം ഇതാണ് ഈ വീഡിയോ, നിങ്ങൾ കണ്ടില്ല. ആ വീഡിയോ ഞാൻ ചെയ്തതിൽ ഒരുപാട് കമൻ്റ് കേട്ടോ. അത് 100-90% ആൾക്കാർക്കും കടക്കാരാണ്. 20 കൊല്ലമായവരുണ്ട്, 25 വർഷമായവരുണ്ട്, 30 വർഷമായവരുണ്ട്, ഒരു വീട് പോലും ഇല്ലാത്തവരുണ്ട്, ഇന്നും വാടക വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. എന്നാലോ അവർ നാട്ടിൽ കുടുംബത്തിനേക്ക് ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നിട്ട്. പക്ഷെ എന്നിട്ടും പ്രവാസി ഇന്നും കടത്തിലാണ്. പക്ഷെ വീട്ടുകാരോട് പറഞ്ഞാലോ എല്ലാവരും പറയും, നീ കടായ നീയാണോ അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നീ മക്കളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ പുറത്ത് മക്കളെ പഠിപ്പിക്കുന്നത്, ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറയും. ഏത് പ്രവാസിയും പ്രവാസ ലോകത്ത് വന്നിട്ട് മറ്റുള്ളവരുടെ കീഴിൽ കൂലി പണിയെടുക്കുന്ന എല്ലാ പ്രവാസി ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, എൻ്റെ മക്കൾ ഇതുപോലെ ആവരുത്, അവരെങ്കിലും ഒരു നല്ല നിലയിലെത്തണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളെ അടുത്ത് ഇല്ലെങ്കിലും നമ്മൾ കടം വാങ്ങിയിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ വീഡിയോ കാണുന്ന മക്കളൊക്കെ മനസ്സിലാക്കണം, ഓരോ രക്ഷിതാക്കളും പ്രവാസ ലോകത്ത് പോയിട്ട് എൻ്റെ മക്കളെ ബാപ്പാരൊക്കെ ഫുള്ള് കടത്തിലാണ്. അച്ഛനാവട്ടെ അല്ലെങ്കിൽ ബാപ്പയാവട്ടെ ഫുള്ള് കടത്തിലാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ നന്നാവാൻ വേണ്ടിയാണ്. പക്ഷെ ഓരോ വാർത്തകൾ കേൾക്കുമ്പോണ്ടല്ലോ പ്രവാസ നിൽക്കുന്ന രക്ഷിതാക്കന്മാർക്ക് മനസ്സിങ്ങനെ അടിക്കും കേട്ടാ. അവിടുന്ന് മയക്കുമരുന്ന് പിടിച്ചു, ഇവിടുന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മകനായിട്ട് അതിൽ പെട്ടുപോകുമോ, അല്ലെങ്കിൽ എൻ്റെ മകനായിട്ട് അതാണോ, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇത്രയും കടം വാങ്ങി അയച്ചു കൊടുക്കുന്ന പൈസക്ക് എൻ്റെ മക്കൾ കറക്റ്റ് പഠിക്കുന്നുണ്ടോ, അവരുടെ സ്ഥിതി എന്താണ്, ഞങ്ങൾ ഫോണിലേക്ക് കൂടി ചെയ്യുമ്പോൾ അവർ നല്ല തന്നെയാണ്, അവരെക്കുറിച്ച് അറിയുന്നുണ്ടോ. പക്ഷെ ഒരു വിശ്വാസമാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത്. എല്ലാ രക്ഷിതാക്കൾക്കും മക്കളോടുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല എൻ്റെ മക്കൾ കേട്ടാ. അപ്പോൾ പറഞ്ഞു വരുന്നത്, അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരൊക്കെ ചിന്തിക്കുന്നത് അവൻ്റെ കയ്യിൽ നല്ല പൈസ ഉണ്ടെന്നാണ്. ഇന്നും കടക്കാരനാണെന്ന് ഓരോ പ്രവാസി അവൻ്റെ കുടുംബത്തിൽ പറയാറില്ല അല്ലേ. അപ്പോൾ എല്ലാ പ്രവാസികളോടും പറയുന്നത്, ഇനിയൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കണം. കാരണം പ്രവാസ ലോകമൊക്കെ അവസാനിക്കാൻ പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പോവുകയാണ്. എന്നിട്ട് ഈ 30 വർഷം 20 വർഷമൊക്കെ പണിയെടുത്തവരൊന്ന് ബാക്കോട്ട് ചിന്തിച്ചാൽ നമ്മൾ വിചാരിക്കും ഓരോ മാസം ഒരു 100 റിയാൽ മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് 20 കൊല്ലമൊക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ആവുന്നു. പക്ഷെ മാറ്റി വെക്കാൻ കഴിയുന്നില്ല അല്ലേ. അതാണ് ഇതിൻ്റെ സത്യം. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാകും, റബ്ബുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്കൊക്കെ അല്ലാഹു തആല നല്ല ആരോഗ്യ ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പ് കടം വീടാനുള്ള ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ.